ജെപിസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ രണ്ട് തരം ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ കേരള സ്റ്റൈല് തേങ്ങാ ചമ്മന്തിപ്പൊടി, അതായത് വേപ്പിലക്കട്ടി എന്ന് പറയും അതിന്. തേങ്ങയും ഉഴുന്നുപരിപ്പും ഇതൊക്കെ ചേർത്ത്, അതായത് ഒരു തേങ്ങ ഞാൻ അതിനെടുത്തിരിക്കുന്നത്. ഇത്ര ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വേണം, പിന്നെ അതേ മുളക് മറ്റേ കാശ്മീരി ചില്ലിയും ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളകാണ്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണം, കായപ്പൊടി ആവശ്യത്തിന് വേണം, പുളി വേണം, കുരുമുളക് പൊടി, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ കേരള സ്റ്റൈലൊരു ചമ്മന്തിപ്പൊടി. ഇനിയും നമ്മൾ തമിഴ്നാട് സ്റ്റൈലിലെ ഒരു ചമ്മന്തിപ്പൊടിയും കൂടെ ചെയ്യുന്നുണ്ട്. അത് ഉഴുന്നുപരിപ്പിട്ടാണ്. അടുത്ത ചമ്മന്തിപ്പൊടി നമ്മൾ ഉഴുന്നുപരിപ്പാണ് മെയിന്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇതിപ്പം ഈ ഒരു കപ്പിന് 2.5 കപ്പ് ഉഴുന്നുപരിപ്പുണ്ട്. അര കപ്പോളം നമ്മൾ എള്ളെടുത്തിട്ടുണ്ട്. കറുത്തെള്ളോ വെളുത്തെള്ളോ ഏതായാലും ഉപയോഗിക്കാം. ഇത്ര എള്ളെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനല്ല, വേണമെങ്കിൽ മതി, എന്നാലും ഇത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി ആവശ്യത്തിന്, പിന്നെ മുളക്, ഇതിപ്പം എരിവുള്ള ചില്ലിയ, കാശ്മീരി ചില്ലിയല്ല, എരിവുള്ള ചില്ലി. പിന്നെ കായപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം പിന്നെ ആവശ്യത്തിന് വേണം. കറിവേപ്പിലയൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ചമ്മന്തിപ്പൊടിക്ക് ഇഷ്ടംപോലെ കറിവേപ്പില എടുക്കും. നമുക്ക് ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം നമ്മുടെ കേരള സ്റ്റൈല് തേങ്ങ വറുത്ത ചമ്മന്തിപ്പൊടിയാണ് ഇരിക്കാൻ പോകുന്നത്. ഞാൻ അതിന് ഒരു തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കാര്യം അതെന്തിനാന്ന് വെച്ചാൽ, പൊടിച്ച് എടുക്കുവാണെങ്കിൽ ആ തേങ്ങ പെട്ടെന്ന് വറക്കാൻ പറ്റും, പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പം നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പാനിലാണ് ഞാൻ തേങ്ങ വറുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിയും മറ്റേ ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തിട്ട് നമുക്ക് തേങ്ങ വറുക്കാം. ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇച്ചിരി ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇതൊന്ന് വഴറ്റാൻ വേണ്ടി. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും, കാര്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കണിക്കും. അതുകൊണ്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം. ഈ കൂടെ തന്നെയാണ് നമ്മൾ തേങ്ങയും വറുത്തെടുക്കുന്നത്. ഇതിൽ കുറച്ച് നുള്ളി ഉപ്പിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്നത് വഴന്ന് കിട്ടും. ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂടെ പൊടിച്ച തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കണം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഞെക്കുമ്പോൾ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പ്ലീസ് ഇതൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തത് ഉഴുന്നുപരിപ്പും മുളകും കൂടി വറുത്തെടുക്കാം. നമുക്ക് തേങ്ങാ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ ഉഴുന്നുപരിപ്പും മുളകും കൂടെ ഒന്നൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മുടെ ഉഴുന്നുപരിപ്പും മുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ ചമ്മന്തിപ്പൊടിയുടെ സാധനങ്ങളെല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഉഴുന്നുപരിപ്പ് മാത്രമുള്ളൊരു തമിഴ്നാട് സ്റ്റൈലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ, ഒരു ഇഡലിപ്പൊടി, അതൊന്ന് ഇനി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് ആറട്ടെ. മിക്സി നമുക്ക് പൊടിച്ചെടുക്കണമല്ലോ. ഇതിന് ഉഴുന്നുപരിപ്പ് നമ്മൾ
മൂപ്പിക്കാനിടുകയാണ്. ഉഴുന്നുപരിപ്പ് അതിൻ്റെ കൂടെ തന്നെ മുളകും ചേർത്ത് നമ്മൾ മൂപ്പിക്കുകയാണ്. നമ്മളിതിപ്പം ഉഴുന്നുപരിപ്പിൻ്റെ ചമ്മന്തിപ്പൊടി മാത്രമാണ്, ഇതിനകത്ത് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, നമ്മൾ ഇഡ്ഡലിപ്പൊടി. അപ്പോൾ ഇതിനകത്ത് ഇനി എള്ളൂടെ വറക്കണം, പക്ഷേ എള്ള് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വറക്കണം. ഇതൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് എള്ള് വറുത്തെടുക്കാം. ഈ ഇഡ്ഡലിപ്പൊടിയിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കില്ല, ഉഴുന്നുപരിപ്പും എള്ളും ഒക്കെ ഉള്ളൂ. പുളിയ്, പിന്നെ കറിവേപ്പില, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യം പോലെ ഇടാം, നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ ഒരു ചമ്മന്തിപ്പൊടിയിൽ. നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ 2 ചമ്മന്തിപ്പൊടിയുടെയും സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇഡ്ഡലിപ്പൊടിയുടെ ഉഴുന്നുപരിപ്പും, ഇതിനകത്ത് തേങ്ങയില്ല, ഉഴുന്നുപരിപ്പും മുളകും എല്ലാം വറുത്ത്, എള്ള് വറുത്ത്, കുരുമുളകുണ്ട്, പുളി, പിന്നെ കായം, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി പൊടിക്കാം. പുളി പക്ഷെ ലാസ്റ്റേ പൊടിക്കാവുള്ളേ. ഇതെല്ലാം ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ലാസ്റ്റ് പുളി ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ആദ്യം പൊടിക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി പൊടിക്കാം. നമ്മുടെ ഉഴുന്ന് ചമ്മന്തിപ്പൊടി ആവശ്യമുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രയും പുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് പൊടിക്കാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ വറുത്ത് വെച്ച മുളകും ഉഴുന്നുപരിപ്പും ആദ്യം പൊടിച്ചിട്ട് നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാം. തേങ്ങാ ചമ്മന്തിപ്പൊടിയുടെ ഉഴുന്ന് പൊടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് തേങ്ങായും പൊടിച്ചിട്ട് തേങ്ങയുടെ കൂടെ നമ്മൾ പുളിയും ചേർത്ത് പൊടിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങ പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ കറക്കാം. നമ്മൾ ഉഴുന്ന് പൊടിച്ച ആ പൊടിക്കകത്തോട്ട് നമ്മൾ ഈ തേങ്ങ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ 2 ചമ്മന്തിപ്പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങാ ചമ്മന്തിപ്പൊടി, ഇത് ഉഴുന്ന് ചമ്മന്തിപ്പൊടി. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാം. ഇതിനകത്തൊന്നും വേണ്ട, ഇത് തേങ്ങയുണ്ടല്ലോ. നമുക്ക് ഇത് ഇഡലിയുടെ കൂടെ കഴിക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.